നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെടുത്തി ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഫ്രൂട്ട് സലാഡ് കൊണ്ട് ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകാൻ സാധിച്ചില്ലെങ്കിൽ പോലും അന്നത്തെ കാര്യത്തിൽ ആഗ്രഹത്തിൽ അത് വലിയൊരു മുൻതൂക്കം തന്നെയായിരുന്നു ആ പ്രായത്തിൽ. ഇന്നും ഞാനത് ഓർക്കുകയാണ്. ഇന്നും അയാളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ പിന്നിലെ ഒരു ചിത്രം ഈ വിഷയമായിട്ട് ബന്ധപ്പെടുന്നത് പലരും ഒരുപാട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആരെയൊക്കെ നമ്മളൊരു ചാലകശക്തിയായിട്ട് നയിക്കുന്ന ഓരോരോ കാലഘട്ടത്തിൽ എല്ലാവരുടെ ജീവിതത്തിലുണ്ടെന്ന് ആവശ്യപ്പെടുന്നില്ല, എന്തെങ്കിലും കൂടെ എന്തായിരിക്കും ഇതിൻ്റെ പിന്നിലൊക്കെ ഉള്ള ഒരു നിയോഗം എന്ന് പറയുന്നത്? ഇത് ഈ ഓരോ നിമിത്തങ്ങളാണ്. അതായത് ജീവിതത്തിൽ നമ്മൾ എന്താ പറയുക, ദൈവത്തെ നേരിട്ട് കാണുന്നത് ഇത്തരം അവസരങ്ങളിലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ ഗിരീഷ് പിക്ചേഴ്സ് രാജൻ എന്ന് പറയുന്ന പ്രശസ്തനായ അന്നത്തെ ഏറ്റവും ടോപ്പ് വിതരണക്കാരനാണ്. കെ ബാലാജിയുടെ പടങ്ങളൊക്കെ റിലീസ് ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ചെയ്യാൻ കൊതിക്കാത്ത ഡയറക്ടേഴ്സ് ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് ആ സിനിമ കിട്ടുന്നത് വിചിത്രമായിട്ടാണ്. അത് ഇതുപോലെ ഒരു ദേവദൂതൻ എന്ന് തന്നെ പറയാം. അതായത് മരിപ്പച്ച എന്ന് പറയുന്ന പടത്തിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ എഴുതുന്നു, അതിനകത്ത് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. അന്നത്തെ മൾട്ടി സ്റ്റാർ പടമാണ്. പ്രേം നസീർ, സുകുമാരൻ, ജഗദീഷ് ശ്രീകുമാർ, വലിയ പടമാണ്. ഞാനാണ് അതിൻ്റെ തിരക്കഥയും സംഭാഷണം. ഒരു വലിയ ഭാഗ്യം എനിക്ക് കിട്ടിയത്. ആ സിനിമയുടെ വിതരണക്കാരനാണ് രാജൻ, കോഴിക്കോടുള്ള ഗിരീഷ് പിക്ചേഴ്സ് രാജൻ. ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട് ലൊക്കേഷനിൽ വെച്ച്. അപ്പോൾ അന്ന് ഈ വിതരണക്കാരനൊക്കെ വന്നിരുന്നാൽ അങ്ങോട്ടൊന്നും അസോസിയേറ്റ് ഡയറക്ടർക്ക് പ്രവേശനമില്ല. ഇങ്ങനെ ദൂരെ നിന്നിങ്ങനെ തൊഴുത് അദ്ദേഹം തൊഴുത് പടം പ്രിവ്യൂ ഉണ്ട്, ഇറങ്ങി എന്നെയും വിളിച്ച് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. റിലീസിനൊരു ക്യാപ്ഷൻ എഴുതി തരണമെന്ന് പറഞ്ഞു. അത് എഴുതി കൊടുത്തു. ഇത്രയും ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ ഒരു പ്രാവശ്യം ശ്രീ അയ്യപ്പനും വാവരും, അതിനകത്ത് ഞാൻ അസോസിയേറ്റ് ഡയറക്ടറാണ്. അതിനകത്ത് ദേവേന്ദ്രനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, മീശയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കിരീടമൊക്കെ വെച്ച് ദാസേട്ടൻ്റെ ഒരു പാട്ടൊക്കെ പാടി അഭിനയിക്കും. അപ്പോൾ അതിൻ്റെയും വിതരണക്കാരൻ പുള്ളി അവിടെ വന്നിട്ട് നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ഞാൻ സാർ ഞാൻ ആ മരിപ്പച്ചയുടെ സ്ക്രിപ്റ്റ് എഴുതി. അവനേ ഉണ്ടല്ലേ, ചെറുതായിട്ട്. ശരി, അങ്ങ് പോയി. ഈ 2 മീറ്റിംഗാണ് ഇതേതായിട്ടുള്ളത്. ആ 2-3 വാക്കുകളെ ആകെ സംസാരിച്ചിട്ടുള്ളൂ. കോടമ്പകത്തൂടെ ഇങ്ങനെ വർക്കില്ലാത്തൊരു കാലഘട്ടത്തിൽ ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളുടെ റോഡേ നടന്നു പോകുമ്പോൾ ഒരു ബ്ലാക്ക് അംബാസഡർ കാർ കൊണ്ടുവന്ന് ഇങ്ങനെ മുമ്പിലോട്ട് നിർത്തി. അപ്പോൾ കാറ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇദ്ദേഹത്തിൻ്റെ കാറാണല്ലോ. അന്ന് കാറ് കുറവാണ്, വലിയ കാശുകാർക്ക് മാത്രമേ കാറുള്ളൂ. അതിൽ നിന്നൊരാൾ കൈതട്ടി എന്നെ വിളിച്ച്. ഞാൻ ചെല്ലുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മാനേജർ ചന്ദ്രൻ എന്ന് പറഞ്ഞാണ്. ബാക്ക് സീറ്റിൽ പുള്ളി ഇരിപ്പുണ്ട്. പുള്ളി ഇങ്ങനെ തലയെടുത്ത് വെച്ച്, എന്താണ് വെയിലത്ത് നടന്ന് പോകുന്നുണ്ടല്ലോ, എന്ത് പറ്റി, വർക്കൊന്നും ഇല്ലെന്ന്. അവനിപ്പോൾ വർക്ക് ഇത്തിരി കുറവാണ്. സുഖമാണോ? സുഖമാണ്, കുഴപ്പമില്ല, വർക്കില്ല എന്നുള്ള കുഴപ്പമില്ല. നാളെ എന്താ പരിപാടി? നമ്മൾ ഒരു പരിപാടിയില്ല സാർ, നാളെ ഒന്ന് എൻ്റെ ഓഫീസിലേക്ക് വരണം, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ കാലിൽ നിന്ന് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഒരു വിതരണക്കാരനായ ഒരാൾ ഒരു അസോസിയേറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞ ആളിനോട് നാളെ കാലത്തെ ഓഫീസിലേക്ക് വരാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. അവിടെ നിന്ന് നേരെ അങ്ങ് റൂമിലേക്ക് ഓടുകയാണ്. എൻ്റെ കൂടെ ഒരു കരിമമോഹനാണോ ജയമോഹൻ ആയതോ ഒരു മേക്കപ്പ് മാൻ ഒരു 2 ഫ്രണ്ടും കൂടെ ഉണ്ട്. ഞങ്ങളിങ്ങോട്ട് പാഞ്ഞ് ചെല്ലുകയാണ്. അവിടെ ആലുവ ഷാജിയൊക്കെ ഉണ്ട്. അവിടെ ചെന്നിട്ട് ഈ വിവരം പറഞ്ഞു. അപ്പോൾ അവർ പറയുന്നത് എൻ്റെ ശുക്രനെ ചോദിച്ചടാ, എന്തൊരു ഭാഗ്യം തന്നെ. അങ്ങനെയാണെങ്കിൽ ഇതൊരു ചരിത്രമാണ്. റോഡിൽ നിന്നൊരു സിനിമ കിട്ടുന്നത്. എത്രയോ വർഷം അസോസിയേറ്റായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടാണ് അവർ കിട്ടുന്നത്. ഞാൻ ആകെ 4-5 പടേ വർക്ക് ചെയ്തിട്ടുള്ളൂ ഈ അസിസ്റ്റൻ്റായിട്ട്. പിറ്റേ ദിവസം രാവിലെ ഞാൻ വീടെനിക്കറിയാം, ഈ അദ്ദേഹത്തിൻ്റെ ഓഫീസ് അറിയാം. അവിടെ 7:30 മണിക്കാണ് ചെല്ലാൻ പറ്റും. ഞാൻ കൃത്യമായി സമയനിഷ്ഠ കൃത്യമാണ്. ഞാൻ അവിടെ 7:30 മണിക്ക് ചെല്ലുമ്പോൾ ഒരാൾ വന്ന് കഥ തുറന്നിട്ട് രാജസേനാണോ എന്ന് വെച്ചാൽ ഇരിക്കും, അദ്ദേഹം അമ്പലത്തിൽ പോയിരിക്കണം, ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് ചായയും കൊണ്ട് തന്നു. ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹവും ആ മാനേജർ ചന്ദ്രേട്ടനുണ്ടായിരുന്നു. അപ്പം ആ കുക്കിൻ്റെ പേര് ജോണെന്നാണ്. ജോണെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വയ്ക്കും. എല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചു. അപ്പോഴും ഒന്നും പറയുന്നില്ല. എനിക്കിത് എന്താണ് അദ്ദേഹത്തിൻ്റെ വായുന്നത് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേറൊരു മുറിയിലേക്ക് മാറിയിരുന്നപ്പോൾ ഈ ചന്ദ്രേട്ടൻ കുറേ ക്രോസ് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചു. കാരണം ചന്ദ്രേട്ടൻ രാജേട്ടൻ്റെ മാനേജറാണ്. എത്ര പടം വർക്ക് ചെയ്തിട്ടുണ്ട്, ഇതാണെന്നൊക്കെ കുറേ ചോദിച്ചു. എനിക്ക് ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരേണ്ട അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നൊരു ചോദ്യത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ഒരു അരമണിക്കൂറെങ്കിലും എന്നെ ഇങ്ങനെ സംസാരിച്ച് കുറേ വർത്തമാനം പറയിപ്പിച്ചു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഒരു സിനിമ സംവിധാനം ചെയ്യാനുള്ള ധൈര്യമുണ്ടോ? അപ്പോൾ തന്നെ ഞാൻ ആഗ്രഹിച്ച ചോദ്യത്തിൻ്റെ ഏകദേശം പകുതി കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞ് കുറച്ച് സിനിമകളെ വർക്ക് ചെയ്തിട്ടുള്ളൂ,
പക്ഷെ ഞാൻ ശ്രദ്ധിച്ചെന്ന് പഠിച്ച ഒരാളാണ്. എനിക്ക് ഒരു സിനിമ ചെയ്യാൻ ധൈര്യമുണ്ട്. എന്തെങ്കിലും ഒരു ഇത് സംശയം ഉണ്ടെങ്കിൽ ഒരു 400 അടി ഫിലിം മേടിച്ച് തന്നാൽ ഞാനൊരു ചെറിയ സീക്വൻസ് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. അന്ന് ഈ വീഡിയോ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ പുള്ളി പറഞ്ഞ് അതവിടെ ഇരിക്കട്ടെ, എനിക്ക് ഇയാളുടെ വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ ഇയാളെ ഞാൻ വിളിച്ചത്. പക്ഷെ അപ്പോഴും എനിക്ക് എൻ്റെ അത്ഭുതം എന്തെന്ന് പറഞ്ഞാൽ ഈ 2-3 പ്രാവശ്യം കണ്ടൊരു മനുഷ്യൻ എന്നെ എങ്ങനെ അസസ് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ. അപ്പം ഞാൻ പറഞ്ഞത് നിയോഗം നിമിത്തം എന്ന് പറയുന്നത് വേറെ എന്നെ സംബന്ധിച്ച നിമിത്തം. അതായത് ഗിരീഷ് രാജേട്ടൻ്റെ പടം എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി, സ്വതന്ത്രമായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ കോടമ്പക്കം ഞെട്ടി അക്ഷരാർത്ഥത്തിൽ. ഞാൻ പറയുന്ന കഥ, ഞാൻ പറയുന്ന താരങ്ങൾ എല്ലാം ഫ്രീഡം എനിക്ക് തന്നു. അങ്ങനെ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ വേണ്ടി എന്നെ ഏൽപ്പിക്കുകയും 51 രൂപ, ഇത് ടോക്കൺ, ഇത് അഡ്വാൻസ് അല്ല, ഇതൊരു ടോക്കൺ അഡ്വാൻസ് ഇരിക്കട്ടെ നമ്മുടെ എടുത്ത് കയ്യിൽ തന്നു. ഞാൻ ആ പാദങ്ങളിൽ നമസ്കരിച്ച് അതും വാങ്ങി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അത് ഈ പറഞ്ഞ പോലെ നിയോഗം അല്ലെങ്കിൽ നിമിത്തം അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ ഭാഗ്യത്തിൻ്റെ എന്താ പറയുക, അങ്ങേയറ്റത്തൊരു അവസ്ഥ എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു അനുഭവം കൂടെ എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഈ വിഷയത്തിൽ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് ക്യാപ്ഷനിൽ തന്നെ, ജീവിതത്തിൽ എവിടെ നിന്നോ എത്തിച്ചേരുന്ന ഒരു കാരുണ്യം, വേണമെങ്കിൽ ദൈവത്തിൻ്റെ അദൃശ്യ സ്പർശമെന്നോ അല്ലെങ്കിൽ നമുക്ക് പേരറിയാത്ത എന്തെന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും ആരൊക്കെയോ നമ്മുടെ ലൈഫിൽ കാരണക്കാരായി വരുന്നു. പക്ഷെ നമ്മളൊരു നിതാന്ത സൗഹൃദം പുലർത്തി, നേരത്തെ പറഞ്ഞ സുഹൃത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ ചിലരങ്ങനെയല്ല, ഒരു സ്വാധീനത്തിൽ അവർ എങ്ങോട്ടോ പോയി, പിന്നെ എങ്ങും ഇല്ല, അവരെ അറിയില്ല, ഒന്നും പ്രതിഫലം ഇച്ഛിച്ചിട്ടല്ല, ഒരു നന്ദിക്ക് പോലും അവർ കാത്തു നിന്നില്ല, എങ്ങോട്ടോ പോയവർ. നമ്മുടെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇന്ന് പങ്കുവച്ച 2 അനുഭവങ്ങൾക്ക് പ്രത്യേക നന്ദി. അപ്പം സാറിൻ്റെ ചിത്രം ഓടിക്കൊണ്ടിരിക്കുന്ന നല്ല അഭിപ്രായമുണ്ട്. അതുകൊണ്ട് തുടർന്നുള്ള എല്ലാ സംരംഭങ്ങൾക്കും നമ്മുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ ആശംസകളും നേരുന്നു. ഒപ്പം ഇനി ആ സുഹൃത്തിനെ ഒരു പേഴ്സണലിയാണ് അല്ലേ, തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഈ ഇൻ്റർവ്യൂവിലെങ്കിലും പറഞ്ഞിട്ട് എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞോ അദ്ദേഹം കണ്ടോ വീണ്ടും കാണാനുള്ളൊരു സമാഗമവും ഇതിനൊരു കാരണമായെങ്കിൽ നമുക്കതിന് വളരെയേറെ ചാരിതാർത്ഥ്യം തീർച്ചയായിരിക്കുന്നു. തീർച്ചയായിട്ടും ഇന്ന് പ്രേക്ഷകരോട് നമ്മളിന്ന് എസ് എൻ സാറുമായിട്ടുള്ള ഈ അധ്യായത്തിൽ നിന്നും ഇന്ന് യാത്ര പറയുകയാണ്. അടുത്ത ആഴ്ച നമ്മൾ മറ്റൊരു അതിഥിയുമായി കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ നേരുന്നു. നമസ്തേ.